സാധാരണ അമ്മായിച്ചന്മാർ അങ്ങനെയൊന്നും മെയിൽ അയക്കാറില്ല. പക്ഷേ ഇന്ന് അമ്മായിച്ചനാണ് പറഞ്ഞത്. അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര വഴക്ക്. മകനാണെങ്കിൽ ഗൾഫിലും. ഗതികെട്ട അമ്മായിച്ചൻ ഒരു കൂട്ടം മരുമകളുടെ കാതിൽ പറഞ്ഞു. അതേപോലെ സ്വന്തം ഭാര്യയോടും ഒരു ഐഡിയ പറഞ്ഞു. രണ്ടുപേരുടെയും തമ്മിൽ വഴക്ക് ഒത്തൊരുമയായോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അമ്മായിച്ചൻ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം, ചെറിയൊരു ഗുണം, ചെറിയ എന്തൊക്കെയോ ഉണ്ടായെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മൊത്തം ഒന്ന് വായിച്ചു നോക്കാം. മാഡം, എൻ്റെ പേര് ലാൽ എന്ന് തൽക്കാലം വിളിച്ചോളൂ. എനിക്ക് യഥാർത്ഥ പേര് പറയാൻ നിവൃത്തിയില്ല. സർക്കാർ സർവീസിലാണ്. 1 വർഷം കൂടിയുണ്ട് റിട്ടയർ ആകാൻ. എനിക്ക് 2 മക്കളാണുള്ളത്. മകള് വിദേശത്ത് സെറ്റിൽഡാണ് ഭർത്താവുമൊത്ത്. മകൻ ഇവിടെയാണ് പഠിച്ചത്. അവന് ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുമായി നല്ല പ്രണയത്തിലായി. പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരോടും പറഞ്ഞു ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. സാമ്പത്തികമായി അത്ര മെച്ചമൊന്നുള്ള ഫാമിലിയല്ല പെൺകുട്ടിയുടേത്. എൻ്റെ ഭാര്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം തറവാട്ട് മഹിമ നോക്കുന്ന ഒരാളാണ് ഭാര്യ. അതുകൊണ്ട് തന്നെ അവൾ ശക്തിയുക്തം എതിർത്തു. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതീവ സുന്ദരിയായ ഒരു പെണ്ണ്. എൻ്റെ മകൻ്റെ സൗന്ദര്യത്തിന് 100 ഇരട്ടി സൗന്ദര്യം ഉള്ളൊരു പെൺകുട്ടിയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഏതൊരു പുരുഷനും മോഹിക്കുമല്ലോ. അപ്പം മകൻ വാശി പിടിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ചുമ്മാ ഭാര്യയെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും നിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ മുഖമാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഗ്ലാമറൊന്നുമില്ല. അവനെ എന്തായാലും നല്ല സുന്ദരിയായ ഒരു പെണ്ണ് പ്രേമിച്ചു. അങ്ങനെയെങ്കിലും അവന് നല്ല രീതിയിലൊരു ജീവിതം ഉണ്ടാകട്ടെ. എനിക്ക് കിട്ടിയതോ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഭാര്യ ഉറഞ്ഞു തുള്ളി. ആഹാ, മരുമകളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അയക്കങ്ങ് ഇളകി. ഇരിക്കപ്പൊറുതിയില്ല. ഭയങ്കര സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ യക്ഷികളെ പോലെയാണ്. വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണെന്ന്. ഞാൻ പറഞ്ഞു അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചെക്കൻ്റെ കല്യാണം മുടക്കരുത്. അവൻ എങ്ങനെയെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനസ്സോടെ കല്യാണം നടത്തിയത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും മകന് ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടി. അതും നല്ല സാലറിയിൽ. എന്തായാലും ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റില്ല. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഇനി പഠിക്കണമെന്നൊന്നുമില്ല. വീട്ടുജോലികളൊക്കെ ചെയ്ത് വീട്ടമ്മയായി നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ അവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി. നിസ്സാര കാര്യങ്ങൾക്ക് 2 പേരും വഴക്കാണ്. കൂടുതലും എൻ്റെ ഭാര്യയുടെ പ്രശ്നമാണ്. അവൾക്കാണ് മുൻകോപം കൂടുതൽ. മരുമകൾ കുറച്ചുകൂടി അച്ചടക്കമുള്ള നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ്. എന്നെ നന്നായി കൺസിഡർ ചെയ്യാറുണ്ട്. എന്ത് പറഞ്ഞാലും അവൾ എനിക്ക് ഉണ്ടാക്കൊണ്ട് തരും. അങ്ങനെ എന്ത് സഹായവും ഒരു പ്രശ്നവുമില്ല. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഭാര്യ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ വെല്ലാനുള്ള നാക്ക് എൻ്റെ മരുമകൾക്കുണ്ട്. അവൻ ഗൾഫിൽ പോയതോടുകൂടി വഴക്കും വക്കാണോ സ്ഥിരമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കും അതൊരു തലവേദനയായി. 2 പേരോട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും എൻ്റെ ഭാര്യ ഇത്രയും നാളും വീട്ടിലിരിക്കായിരുന്നു. അടുത്ത കാലത്ത് കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് സ്വീറ്റ്സും സ്നാക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംരംഭം തുടങ്ങിയിരുന്നു. അതിന് മേൽനോട്ടത്തിന് എൻ്റെ ഭാര്യയെ വിളിച്ചതാണ്. കാര്യം അവളൊരു പാചക വിദഗ്ധയാണ്. പക്ഷേ പോകാതിരിക്കുകയായിരുന്നു. ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭാര്യയോട് പറഞ്ഞു, എടി നീ പോ. രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നിനക്കിവിടെ പോരടിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നീ പോ. അവൾ ഇവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും പ്രശ്നമൊന്നുമില്ല. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയെ ന്യൂട്രലിൽ ആ ജോലിക്ക് വിട്ടു. വൈകുന്നേരം നീ അവൾ വന്നു കഴിഞ്ഞാൽ അടുക്കള ഭാഗത്തേക്ക് പോകരുത്. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തു വെച്ചേക്കണം. 2 പേരും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഒഴിവാക്കിയായിരുന്നു എൻ്റെ പ്രധാന പണി. എങ്കിൽ മാത്രമേ സ്വസ്ഥമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ. ഇതിനിടയ്ക്ക് മുകളിലൊരു നിലയുണ്ട്. അവിടെ ഒരു റൂമുണ്ട്. പക്ഷേ അത് ശരിയാക്കിയിട്ടില്ല. ഞാൻ ഓർത്തു അതങ്ങ് ശരിയാക്കിയിട്ട് മരുമകൾ മുകളിൽ പോയി താമസിക്കട്ടെ. അവൾക്കാകുമ്പോൾ അവളുടെ ലോകം. ഇവർ തമ്മിൽ ഇത്രയും വഴക്കാണെന്ന് മകൻ അറിയില്ലായിരുന്നു. എന്തായാലും ഒരു ദിവസം മകനോട് ഞാൻ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മേ, ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ പറഞ്ഞു വിട്ടാണ് കുടുംബത്തിൻ്റെ മാനം ഞാൻ കാക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എങ്കിൽ മുകളത്തെ റൂം ശരിയാക്കാം. അവൾ അവിടേക്ക് പോട്ടെ. അതായിരിക്കും നല്ലത്. അമ്മേ, മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അമ്മയോട് ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കും. അച്ഛൻ അറിയാലോ എന്ന് പറഞ്ഞു. എന്തായാലും പണം അവൻ അയച്ചു തന്നു. അങ്ങനെ മുകളത്തെ മുറി ശരിയാക്കി. എല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോഴേക്കും മരുമകൾക്ക് കിണക്കം. മോജ, എനിക്കാണെങ്കിൽ തനിയെ മുകളിൽ കിടക്കാൻ വലിയ പേടിയാണ്. താഴെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ.
ഞാൻ എങ്ങനെ തനിയെ കിടക്കുന്നത്? അതിലെ കൂടെ ആരെങ്കിലും കയറി വന്നാലോ? ഞാൻ പറഞ്ഞു ആരും കയറി വരാനാ? അവിടെ ആരും കയറി വരില്ല. ആരെങ്കിലും വന്നാലും താഴെ വരുള്ളൂ. അവിടെ വരാൻ യാതൊരു സാഹചര്യമില്ല. നീ പോയി കിടക്ക്. അല്ലെന്നുണ്ടെങ്കിൽ അമ്മായിയും മരുമകളും തമ്മിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ പോകാച്ച. പക്ഷേ മുകളിലത്തെ ഹാള് പോലുള്ള സ്ഥലത്തില്ലേ, അവിടെ TV ഫിറ്റ് ചെയ്യണം. എന്നിട്ട് അച്ഛൻ വൈകുന്നേരം രാത്രിയൊക്കെ അവിടെ വന്നിരുന്ന് TV കാണാം. അപ്പോൾ എനിക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നല്ല ഐഡിയ ആണ്, നമുക്കൊരു പുതിയ TV വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പുതിയൊരു TV വാങ്ങിച്ച് സെറ്റപ്പ് ചെയ്തു. എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം മകളെക്കാൾ കൂടുതൽ മരുമകളെ ലാളിക്കുകയാണ്. അവൾക്ക് സൗന്ദര്യം കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അട്രാക്ഷനാണ് എന്നൊക്കെ രാത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ നീ അങ്ങോട്ട് നീങ്ങിക്കിടക്കാം, ഞാൻ മരുമകളുടെ അടുത്തേക്കൊന്ന് പോകട്ടെ എന്ന്. അപ്പോഴേക്കും എന്നോട് പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മരുമകളെ ചേർത്ത് തന്നെ പറഞ്ഞത്? മേലിലങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വഴക്കുണ്ടാക്കും. സ്ത്രീകൾക്ക് യാതൊരു ലോജിക്കുമില്ല, വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ്. മരുമകൾ മുകളിലേക്ക് ചേക്കേറിയതോടുകൂടി താഴത്തെ മുറി ഒഴിഞ്ഞു. വേറൊരു ഗസ്റ്റ് റൂം കൂടിയുണ്ട്. ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞു, ചേട്ടാ കോഴിക്കോടൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫാക്ടറിയിൽ 2 സ്ത്രീകൾ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കട്ടെ. രാത്രിയിൽ അവർ 2 ദിവസം നിൽക്കുള്ളൂ, അത് കഴിയുമ്പോഴേക്കും പോകും, നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടെന്ന്. ഞാൻ പറഞ്ഞു അതിനെന്താ, വിളിച്ചുകൊണ്ട് വന്ന് നിർത്തൂ. അങ്ങനെ വരുന്ന പെണ്ണുങ്ങളെ ഇടയ്ക്ക് വീട്ടിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ രാത്രി അന്തി ഉറങ്ങാൻ എൻ്റെ ഭാര്യ അനുവദിക്കും. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഇല്ലേ, ഞാൻ മിക്കവാറും മുകളിൽ കുറേ നേരം ചിലവഴിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി വരിക. ഫുഡൊക്കെ അവർ തന്നെ ഉണ്ടാക്കും. പിന്നെ ചില സമയത്ത് മരുമകൾക്കുള്ള ഫുഡുമായിട്ട് വൈകുന്നേരം ഞാൻ മുകളിലേക്ക് അങ്ങ് ചെല്ലുകയും ചെയ്യും. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ഇരുന്ന് കഴിക്കും. ഒരു വട്ടം വന്നൊരു സ്ത്രീ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, അല്ല അമ്മായിപ്പനും മരുമകളും കൂടെ മുകളിലാണോ താമസം, അവിടെ വേറെ അടുക്കളയുണ്ടോ എന്നൊക്കെ. ഇത് കേട്ട് ഞാനും ഒന്ന് ഞെട്ടി. എൻ്റെ ഭാര്യയ്ക്കും അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മുൻ വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞു ഭാര്യ. അമ്മായിച്ചിന് മരുമകളെന്ന് കേൾക്കുമ്പോഴേക്കും മോളേക്കാൾ വലിയ കാര്യമാണ്. അവളെ കുഞ്ഞിനെ പോലെ ഊട്ടി ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അവളാണെങ്കിലോ അഹങ്കാരം പിടിച്ച ഒരു സാധനം, എല്ലാത്തിനും വളം വെക്കുന്നത് എൻ്റെ മോനും അമ്മായിച്ചിനും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. വെറുതെ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ രംഗത്ത് അങ്ങ് മാറി നിന്നു. പക്ഷേ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് പറഞ്ഞു, കണ്ടോ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളും മരുമകളും തമ്മിൽ അസാധാരണമായ എന്തോ ബന്ധം മറ്റു മനുഷ്യർക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ സംശയിക്കുന്നത് ശരിയാണെന്നാണ്. അവൾക്ക് നിങ്ങളോട് നല്ലൊരു സോഫ്റ്റ് കോർണറുണ്ട്. നിങ്ങളെ കാണുമ്പോഴേക്കും പോത്തിനെ കണ്ട് എരുമയെ പോലെ അവൾ തുള്ളുകയാണെന്ന്. ഞാനത് കേട്ട് എൻ്റെ ഭാര്യ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇങ്ങനെ സംശയം വരുത്, അവൾ ഒരു പാവം പെണ്ണാണ്, അവർ 2 കൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണെന്നുള്ളതും നീ ഓർക്കണമെന്ന്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അതിലൊന്നും തൃപ്തിയല്ല. അവൾക്ക് നിങ്ങളോട് എന്തോ ഒരു അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ മകളെന്നായിരിക്കാം, പക്ഷേ അവൾ അങ്ങനെയല്ല കാണുന്നതെന്നും എൻ്റെ ഭാര്യ പറഞ്ഞത് എനിക്കൊട്ടും പിടി കിട്ടിയില്ല. അങ്ങനെ ഒരു സിഗ്നലും ഞാൻ എൻ്റെ മരുമകളിൽ കണ്ടിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ് എൻ്റെ മകളെപ്പോലെ. എൻ്റെ മകൾ വരുമ്പോൾ അങ്ങനെയാണല്ലോ, പിന്നെ ഇവൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം എന്ന് ഞാൻ ഓർത്തു. കൂടുതൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും കുളമാകുമല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു അവധി ദിവസം അന്ന് അവരുടെ ഫുഡ് ഫാക്ടറിയിൽ എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അവർ രാവിലെ ഇവിടെ ഉണ്ട്. പിന്നെ ഭാര്യ അവരും കൂടി അങ്ങ് പോവുകയും ചെയ്തു. ഏകദേശം ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും വൈഫ് വന്നില്ല. അവരാണെങ്കിൽ വരികയും ചെയ്തു. കാര്യം അവർക്ക് ഉച്ചയൂണ് ഇവിടെയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനും മരുമകളും തൊടിയിൽ തന്നെയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എൻ്റെ അടുത്ത് വന്നിട്ട്, സാറേ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങ് പറ. ഓ, മരുമകളുടെ മുൻ വെച്ചിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു അവളോട് അറിയേണ്ട കാര്യമല്ലേ, എന്നോട് പറഞ്ഞാലും അവൾ അറിയും, അതുകൊണ്ട് അവളുടെ മുൻ വെച്ച് പറയാമെന്ന്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇന്ന് ഫാക്ടറിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കാര്യം അവിടെ ഈ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വാനിൻ്റെ ഡ്രൈവറുണ്ട്. ആ ചെക്കന് ഒരു 28 വയസ്സ് കാണും. അവൻ കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടിയുള്ള ആളാണ്. പക്ഷേ അവൻ്റെ ഭാര്യ ഇന്ന് ആ ഫാക്ടറിയിൽ വന്ന് വഴക്കുണ്ടാക്കി. അതും ഇവിടുത്തെ ചേച്ചിയുമായിട്ട് ചേർന്നാണ്. ചേച്ചി അവനുമായിട്ട് എന്തൊക്കെയോ കൂട്ടുകെട്ടുകളുണ്ടെന്നും അവൾക്ക് അവളുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കും വക്കാണുമായിരുന്നു. പക്ഷേ ചേച്ചി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, അവൻ എൻ്റെ മകനെ പോലെ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ അവൾക്ക് വിശ്വാസമല്ല. വലിയ ബഹളമായിരുന്നു.
വഴക്കായിരുന്നു. പിന്നീട് ഒരു കണക്കിന് എല്ലാവരും കൂടി സമാധാനിപ്പിച്ചിട്ടാണ് വിട്ടത്. ചേച്ചിക്ക് ഒത്തിരി സങ്കടമായെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ചേച്ചി നിരപരാധിയായിരിക്കാം. ഇവിടെ വന്ന് സാറിനോട് കാര്യങ്ങളൊന്നും പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ചേച്ചി വരുന്നതിന് മുമ്പ് ഞാനങ്ങ് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഉച്ചയൂണ് കഴിക്കാൻ വരുമോയെന്നറിയില്ല. എന്തായാലും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ അവിടെ ജോലികളൊക്കെ നോക്കി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനൊരു സംഭവം നടന്നത് മനസ്സിലായത്. പക്ഷേ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്ന എൻ്റെ ഭാര്യയ്ക്ക് എന്തായാലും ആരുമായിട്ടും അങ്ങനെയുള്ള അടുപ്പമൊന്നും കാണില്ല. കാര്യം എല്ലാവരെയും കുറ്റപ്പെടുത്താൻ നടക്കല്ലേ. പിന്നെ ഈ ചെക്കൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഒരിക്കലും കേട്ടിട്ടില്ല. എന്നോടാണെങ്കിൽ നല്ല അടുപ്പമാണ്. ഒരു ദിവസം ഞാനൊന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ഉടനെ എന്നെയും മരുമകളെ ചേർത്ത് കുറ്റം പറയും, അല്ലെങ്കിൽ എനിക്ക് വേറെന്തോ ബന്ധമുണ്ടെന്ന് പറയും. ഇങ്ങനെയൊക്കെ എല്ലാ സമയത്തും എന്നെ അടുപ്പിച്ച് നിർത്തുന്ന ഭാര്യയുടെ കയ്യിൽ കുഴപ്പങ്ങളൊന്നും കാണില്ല. അത് വെറുതെ തോന്നിയതാകും. അല്ലെങ്കിൽ ചില ആൾക്കാരോട് നമുക്ക് പ്രത്യേക അടുപ്പം തോന്നുമല്ലോ. ഇപ്പം മരുമകളോട് എനിക്ക് പ്രത്യേക അടുപ്പമുണ്ട്. അതേപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം എന്ന് എനിക്ക് തോന്നി. ഭാര്യ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഭാര്യ എന്നോട് പറഞ്ഞു, ആ പെൺകുട്ടിയുടെ തെറ്റിദ്ധാരണയാണ്. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവനെ വിളിക്കും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ അവനെ വിളിക്കാനൊന്നും പോകണ്ട, അല്ലാതെ ഡീൽ ചെയ്താൽ മതി. വേറെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അവർ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭാര്യ അത് കേട്ട് തലയാട്ടി. മരുമകൾ അപ്പുറത്ത് ഒളിഞ്ഞു നിന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ കണ്ണു കാണിച്ചു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, അച്ഛാ, ഇതിലെന്തോ കാര്യമുണ്ട്. കാര്യം കൊഞ്ചുകയും കുഴയൊക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞില്ല. പലപ്പോഴും അച്ഛൻ ഓഫീസിൽ പോകുമ്പോഴേക്കും ഇവിടുന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അച്ഛനോടായിരിക്കും എന്നാണ്. പക്ഷേ അച്ഛനോടല്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി. പക്ഷേ അന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുന്ന പോലെ മുക്കിയും മൂളിയൊക്കെയാണ് സംസാരിച്ചത്. അത് അച്ഛനോടാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഓവർ അറ്റാച്ച്മെൻ്റ് അല്ലേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംശയമായി. എന്തായാലും കലഹം ഉണ്ടാക്കാൻ എനിക്ക് അത്ര ശേഷിയില്ലായിരുന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി വന്നു. അവൾ വന്ന് ഈ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു, മരുമകളും ഉണ്ടായിരുന്നു. സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവർ രാത്രിയിലൊക്കെ വിളിക്കാറുണ്ട്, പിന്നെ മെസ്സേജ് അയക്കാറുണ്ട്. വന്നിരിക്കുന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി എന്നെ കാണിച്ചു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി. എൻ്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നാണ് പോയിട്ടുള്ളത്. അതേപോലെ ചില കോൾ റെക്കോർഡിങ്സും ആ പെൺകുട്ടി കേൾപ്പിച്ചു തന്നു. എൻ്റെ ഭാര്യ പറയുകയാണ്, എൻ്റെ ഭർത്താവിനോട് എനിക്കിഷ്ടമൊക്കെയുണ്ട്, ഞങ്ങൾ തമ്മിൽ എന്നും ഉണ്ട്. എന്നാൽ എൻ്റെ പൊന്നുമോനെ, എന്തൊരു മിസ്സിങ് ഉണ്ട്. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം ശ്രദ്ധിച്ച് എന്താണെന്നറിയാമോ? നിൻ്റെ ടൈറ്റായിട്ടുള്ള പാൻറ്റാണ്. നീ ഇങ്ങനെ ടൈറ്റ് പാൻറ്റ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ നിന്നോട് താല്പര്യം തോന്നിയത്. അതെന്താ ചേച്ചി അങ്ങനെയെന്ന് അവൻ ചോദിക്കുന്നു. അത് പിന്നെ പണ്ടില്ലേ, ഞാൻ കല്യാണമൊക്കെ കഴിച്ചപ്പോഴേക്കും എൻ്റെ ഭർത്താവ് ടൈറ്റ് ജീൻസും പാൻറ്റുമൊക്കെ ഇടുമായിരുന്നു. ആ സമയത്ത് എനിക്കെപ്പോഴും ഒരു വല്ലാത്ത ഫീലിംഗ് തോന്നുമായിരുന്നു. എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി കഴിവ് ഒളിപ്പിച്ച് വെച്ചവൻ എന്നുള്ളൊരു ഫീലിങ്സ്, അത് കറക്റ്റായിരുന്നു. പക്ഷേ നീ ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴില്ലേ എനിക്ക് ആ കാലം ഓർമ്മ വന്നു. പക്ഷേ അന്നത്തെ കാലത്തേക്കാളൊക്കെ എത്രയോ തൊടുത്ത കാലമാണിന്നെന്ന് എൻ്റെ കാഴ്ചയിൽ കൂടി ഞാൻ മനസ്സിലാക്കിയടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകളാണ് എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ നിൻ്റെ ചുറുചുറുക്കും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പറയാതെ വയ്യുന്ന തരമില്ല. പിന്നെ ഒത്തിരി നാളായിട്ട് ഞാൻ വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിപ്പല്ലേ. എൻ്റെ ഭർത്താവിന് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലേ, ദൂരെ എങ്ങും കിട്ടിയിട്ടില്ല. ദൂരെ കിട്ടിയാലും രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന രീതിയിലാണ്. എൻ്റെ ഭർത്താവ് മാറി നിന്നെങ്കിലല്ലേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്ക് ഒരവസരം. പിന്നീടിപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നെ പറഞ്ഞു വിട്ടത്. മരുമകളുമായിട്ട് ഞാൻ ഉരസുന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം. നീയാണെങ്കിൽ നിൻ്റെ ഭാര്യ ശ്രദ്ധിച്ചോളൂ, പക്ഷേ ഇടയ്ക്കും ഇവിടെ ശ്രദ്ധ വേണം. കാര്യം എൻ്റെ ശ്രദ്ധാകേന്ദ്രത്തിന് കൂടുതൽ കാവൽക്കാരന്മാരെ ആവശ്യമുണ്ട്. കണ്ടപ്പോൾ ഞാൻ ക്ഷണിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ വളരെ സന്തോഷത്തോടു കൂടി, എനിക്കാണെങ്കിൽ 150% സമ്മതമാണ് ചേച്ചി. കല്യാണം കഴിഞ്ഞ് കുറേ നാളായല്ലോ, ഞാനും ഒരു മടുപ്പിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞുള്ള സംഭാഷണങ്ങളാണ്. അങ്ങനെ ഒത്തിരി എണ്ണം. എന്തായാലും ആ പെൺകുട്ടി വന്നപ്പോഴേക്കും എനിക്ക് സത്യാവസ്ഥ മനസ്സിലായി. ഭാര്യയോട് ഇതെല്ലാം കളിപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ സമ്മതിച്ചു. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്ക് പ്രണയം തോന്നിയെന്നും പിന്നെ പലതും ശ്രദ്ധിച്ച് അവനെ പാട്ടിലാക്കാൻ ശ്രമിച്ചു. ചില ദിവസങ്ങളിൽ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ടൗണിൽ. അവർ താമസിക്കുന്ന വീടുണ്ട്. അവിടേക്ക് 2 പേരും കൂടി പോകും, ഒരുമിച്ചല്ല. എൻ്റെ ഭാര്യ സെപ്പറേറ്റായിട്ട് ചെല്ലും. പിന്നെ
അവൻ അവിടെ ചെല്ലും. അങ്ങനെ അവരുടെ സംഭവ ഭൂമികയായി മാറി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്നെയും മാനേജ് ചെയ്തു, അവനെയും നന്നായി മാനേജ് ചെയ്ത് അടിപൊളിയായിട്ട് പോവുകയായിരുന്നു. പക്ഷേ ബുദ്ധിമതിയായ അവൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആരെ അറിയില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്തിനാണ് എൻ്റെ ഭാര്യ എന്നെ ഇത്രയും ഓവറായി സ്നേഹിക്കുന്നത്? എല്ലാം ഒരു തരം കപട സ്നേഹം. അങ്ങനെ ഞാനും എൻ്റെ മരുമകളും ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ വന്ന പെൺകുട്ടിയോട് പരിഹാരം എന്താ മോളെ? ഇനി ഇവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല, ഇവളിൽ ജോലിക്ക് വരുന്നില്ല, വീട്ടിലിരുന്നോളും എന്ന് ഞാൻ പറഞ്ഞു. ഭാര്യ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് പൈസ ഒന്നും തരുന്നില്ല, അങ്ങേര് ഇനി എവിടെ ജോലി ചെയ്താലും എനിക്കൊന്നുമില്ല. പക്ഷേ കുട്ടികളുള്ളത് കൊണ്ട് അങ്ങയുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ അത് കുറച്ചെങ്കിലും എനിക്ക് വേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഒട്ടും തരുന്നില്ല. പ്രേമമുണ്ട് പ്രണയമുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ഇത് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും പണമുള്ള സ്ത്രീ എന്തിനാണ് അയാളുടെ പൈസ തട്ടിയെടുക്കുന്നത് എന്ന് അവൾ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ അവൻ്റെ കയ്യിൽ 5 പൈസ മേടിച്ചിട്ടില്ല, എൻ്റെ ഇഷ്ടംപോലെ പൈസയുണ്ട്, ഞാൻ അവന് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ ആ കൂടി കൺഫ്യൂഷനാണല്ലോ. അവസാനം അവനെ വിളിച്ചു വരുത്തി. ഈ പണമെല്ലാം എവിടെ പോകുന്നു? എൻ്റെ ഭാര്യ അവന് പണം കൊടുക്കുന്നുണ്ട്, അതേപോലെ ശമ്പളം കിട്ടുന്നുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് ഒന്നും കൊടുക്കുന്നുമില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് വേറെ ചില കണക്ഷൻസ് ഉണ്ട്, അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ട് അവന് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ അവൻ ഇതൊക്കെ തന്നെ പരിപാടി. ഇത് കേട്ട് എൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. അവൾ മാത്രമേ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വല്ലാത്ത വിഷമം. അവനും അവളും കൂടെ തർക്കം ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, ഇനിയും ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കി നാട്ടുകാരും വീട്ടുകാരും അറിയരുത്, ഈ അസംബ്ലിയെല്ലാം പിരിഞ്ഞു പോകണം, ഇനി ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരെ എല്ലാം പറഞ്ഞയച്ചു. പുറത്തറിഞ്ഞാൽ വമ്പൻ നാണക്കേട്. എല്ലാം പതുക്കെ പതുക്കെ പരിഹരിക്കാം. പക്ഷേ അവരങ്ങോട്ട് പോയ പുറകില്ലേ പെട്ടെന്ന് തന്നെ എൻ്റെ മരുമകൾ ചാടി വീണു അമ്മാമ്മയുടെ നേർക്ക്. നിങ്ങൾ ഒരു മനുഷ്യ സ്ത്രീയാണോ? നിങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് ചോദിച്ച് പച്ച മലയാളത്തിൽ അവൾ ചില വാക്കുകൾ അങ്ങ് പറഞ്ഞു. ചിലത് തെറിയുമാണ്. ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം, നീ കിടന്ന് വഴക്കുണ്ടാക്കരുതെന്നും. എന്തായാലും കുറേ നാട്ടുകാരൊക്കെ ഇപ്പോൾ അറിഞ്ഞു കാണും. പക്ഷേ ഉടനെ എൻ്റെ ഭാര്യ പറയുകയാണ്, എടി നിൻ്റെ പ്രായത്തിൽ നിൻ്റെ ഭർത്താവിനോ ഓക്കെ, നിൻ്റെ അമ്മായിച്ചനാണെങ്കിലും ഓക്കെ, അതൊക്കെ ആ പ്രായത്തിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. കുറച്ച് വികസനം വന്ന ശേഷം എനിക്ക് ഇതുകൊണ്ടൊന്നും അടങ്ങാൻ പറ്റില്ല മോളെ. പോട്ടെ എന്ന് വെച്ച് ഞാൻ വീട്ടിൽ അടങ്ങിയിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മറ്റ് ഓപ്ഷനുകൾ കണ്ടു. വികസനം സംഭവിച്ച ഇടങ്ങളിൽ പുതിയ പദ്ധതികളാണ് മോളെ ആവശ്യം. പഴയ പദ്ധതികൾ അവിടെ ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ അങ്ങ് പോയി. അന്ന് എനിക്ക് മനസ്സിലായി, കാര്യം ആരെയും നമ്മൾ ജീവിതത്തിൽ വിശ്വസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവരുടേതുമായ ചില ഇഷ്ടങ്ങളുണ്ട്. അവിടെ ബഹളമുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഭാര്യയുടെ കപട സ്നേഹം വിശ്വസിച്ച് എത്ര വർഷമാണ് വെറുതെ കളഞ്ഞത്, എത്ര അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. അതോർക്കുമ്പോൾ എനിക്ക് നല്ല ദുഃഖമുണ്ട്. അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തു. ഒരു ദിവസം ഭാര്യ എന്നോട് വന്ന് പറഞ്ഞു, അവൻ എങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, തൽക്കാലം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. നിറഞ്ഞിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഞാനിങ്ങനെ ഒഴിവാക്കും. എനിക്ക് നിങ്ങളുടെ കൂടെ പഴയതുപോലെ ഒന്നിനും പറ്റില്ല. അത് നിങ്ങൾ മോഹിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് എപ്പോഴേ മാറി. നിൻ്റെ പുറകെ ആര് വന്നു? നീ എവിടെയെങ്കിലും പോ. പക്ഷേ പേരുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീ തന്നെ മാനേജ് ചെയ്തോണം. നിനക്കാണല്ലോ ആഭിജാത്യം കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പറഞ്ഞു, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇവിടെ ഇപ്പോൾ കുറേ പെണ്ണുങ്ങളല്ലേ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഇതുവരെയും ഒന്നും ആരും അറിയാതെയാണ് ഹാൻഡിൽ ചെയ്തത്, ഇനിയും അങ്ങനെ ആയിക്കോളാം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഞാൻ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ഇനി എന്നെ എൻ്റെ മരുമകളെ ചേർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് താമസം മാറ്റും, ടൗണിൽ ഫ്ലാറ്റ് വാങ്ങിക്കും. മകനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ തലയാട്ടി. എന്താണെന്ന് വെച്ചാൽ അയക്കോ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥതയും സമാധാനമുണ്ട്. ഈ വീട്ടിൽ ഒരു സംഭവങ്ങളും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറില്ല. ഞാനും മരുമകൾ മാത്രം ഒറ്റക്കെട്ട്. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി പല സ്ഥലങ്ങളിലും യാത്ര പോയി തിരിച്ചു വന്നു. പക്ഷേ അതിലൊന്നും വേറൊരർത്ഥവുമില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ഹൃദയം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിനെ പോലെ അവളുടെ പഴയ കഥകളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ പഴയ കഥകളും കാര്യങ്ങളുമൊക്കെ ഞാനും പറയും. പക്ഷേ അത്ര സംഭവപരമായ കാര്യങ്ങളൊന്നും എനിക്കുമില്ല, അവൾക്കുമില്ല. ആഗ്രഹങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, അച്ഛാ ഇങ്ങനെ നിന്നിട്ടൊരു കാര്യമില്ല, ഇനിയിപ്പോൾ പ്രായമാകാൻ പോവുകയാണ്, അച്ഛൻ ഇനി ജീവിതം എൻജോയ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ
ഫസ്റ്റ് സ്വീകരിക്കാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു അവളുടെ സീനിയറായി പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച കല്യാണമായിരുന്നു. പക്ഷേ ആ ചെക്കന് സ്ത്രീകളോട് താല്പര്യമൊന്നുമില്ല. അങ്ങനൊരു ടൈപ്പാണ്. പക്ഷേ ഭർത്താവിനെ പിരിയാനൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ടൗണിൽ നല്ലൊരു ഫ്ലാറ്റിലാണ് അവൾ താമസിക്കുന്നത്. കുട്ടികളൊന്നും ആയിട്ടുമില്ല. അവനാണെങ്കിൽ ഒരു 3 മാസം കൂടി ഇരിക്കുമ്പോഴേക്കും 15 ദിവസത്തേക്ക് ലീവിന് വരും. ആ സമയത്ത് അവർ മാതൃകാ ദമ്പതികളായിട്ട് അഭിനയിക്കുകയും വേണം. പക്ഷേ ഇങ്ങനെ പോയാൽ ശരിയാകുന്നൊരു കാര്യമല്ല. ഇനിയും ഒത്തിരി കാലം മുന്നോട്ട് പോകണം. വിവാഹബന്ധം വേർപെടുത്തുക എന്ന് പറഞ്ഞത് അങ്ങർക്ക് ഇഷ്ടവുമല്ല. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കണം. അവളുടെ ഭർത്താവിന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല കമ്പനിയുമാണ്. പക്ഷേ അവൾക്ക് അവരെ ആരെയും താല്പര്യമില്ല. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മരുമകളോട് അവൾ പറഞ്ഞത്രേ അവളുടെ കൺസെപ്റ്റിൽ 19 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് അവൾക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടം. പക്ഷേ അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പണ്ട് മുതലേ ഒത്തിരി മുതിർന്ന പുരുഷന്മാരോടാണ് അവൾക്ക് താല്പര്യം. അവൾ ഭർത്താവിനോട് അവസാനം കാര്യം പറഞ്ഞു. പക്ഷേ ഭർത്താവിന് വിശ്വസ്തരായ ഫ്രണ്ട്സിൽ അങ്ങനെ ഏജ് കാറ്റഗറിയുള്ള ആരുമില്ല. അതുകൊണ്ട് അവളിപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് ജീവിക്കുകയാണ്. കാര്യം അത്ര വിശ്വസ്തരായ ആൾക്കാർ വേണം, അല്ലെങ്കിൽ എല്ലാ റെപ്യൂട്ടേഷനും പോകും. ഈ കഥ പറഞ്ഞ ശേഷം മരുമകൾ എന്നോട് പറഞ്ഞു, അച്ഛാ അവളെ വന്നൊന്ന് കാണും. അച്ഛന് പുതിയൊരു തുടക്കമാകും, ഒരു പ്രശ്നവുമില്ലെന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നി. വയ്യ മോളെന്ന് പറഞ്ഞിട്ടും അവൾ നിർബന്ധിച്ചു. വരൂ അവളെ കാണുമെന്ന് പറഞ്ഞ് ഒരു ദിവസം അവളുടെ നിർബന്ധത്തിൽ പോയി ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു. കൊള്ളാം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. അവൾക്കാണെങ്കിൽ എന്നെ ഒത്തിരി ഇഷ്ടമായി. ജസ്റ്റ് പരിചയപ്പെടാൻ ചെന്നാണ് ഞാൻ. പക്ഷേ അന്ന് മരുമകൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്നെന്തായാലും ഒരു തുടക്കം കുറിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ കാണും, അകത്തെ മുറിയിലേക്ക് അച്ഛൻ എങ്ങ് പോകൂ എന്ന് പറഞ്ഞു. മരുമകളുടെ മുന്നിൽ വെച്ച് ഞാനാണെങ്കിൽ ആദ്യം ഒന്ന് ചമ്മിയെങ്കിലും മരുമകൾ തന്നെയാണ് എന്നെ തള്ളി ഉന്തി മുറിയിലേക്കാക്കിയത്. എന്തായാലും അന്ന് ഒരു വിധത്തിൽ തുടക്കം കുറിച്ചു. പക്ഷേ പിന്നീട് ഒരു പ്രശ്നവുമില്ലായിരുന്നു. മരുമകൾ ഞാനും കൂടെ സ്ഥിരമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. ഒരു വട്ടം അവളുടെ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഹാർദവമായി സ്വാഗതം ചെയ്തു. പിന്നെ എൻ്റെ മരുമകളെ അറിയാവുന്നതുകൊണ്ട് അവന് കംഫർട്ടബിളായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് വിശേഷമുണ്ട്. കാരണം എങ്ങനെയാണെന്നുള്ളത് മാഡത്തിന് ഊഹിക്കാമല്ലോ. എൻ്റെ മരുമകൾ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇതിന് രഹസ്യങ്ങൾ അറിയിക്കുകയുള്ളൂ. അവൾ പറഞ്ഞത് അതൊന്നും സാരമില്ല അച്ഛാ, ഇതൊക്കെ ഒരു ദാനം പോലെ അച്ഛൻ കരുതിയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുകയാണ്. ശരിക്കും ഒരാൺ സുഹൃത്ത് നിൽക്കുന്ന പോലെയാണ് എൻ്റെ മരുമകൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ 2 ആൺ ഫ്രണ്ട്സ് ആണോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഭാര്യ ഞങ്ങൾ പോകുന്നത് വരുന്നത് ശ്രദ്ധിക്കാറില്ല. അവൾ അവളുടെ കാര്യം നോക്കി പോകുന്നു. ഞാനും മരുമകളും ഞങ്ങളുടെ കാര്യം നോക്കി. മോൻ ഇനി 2 മാസം കഴിയുമ്പോഴേക്കും വരും മാഡം. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി ടെസ്റ്റുകൾ ഒരു വർഷത്തിനിടയ്ക്ക് നടന്നുപോയി. എനിക്ക് ഇതൊന്നും എങ്ങനെ ന്യായീകരിക്കണമെന്നറിയില്ല. എന്നാലും എൻ്റെ ആ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ജീവിതം പോകുന്നത്. ഒരേ കഥകളായിരിക്കില്ല എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുക. മാഡം ഇതൊന്ന് വായിക്കണം. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയുന്നറിയാം. അത് ഞാൻ കേൾക്കുകയും ചെയ്യും. നിങ്ങൾ തന്നെ ചെയ്തത് നിങ്ങൾക്ക് തെറ്റാണെന്ന് ബോധ്യമുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ പോകുന്നു, ആർക്കും കുഴപ്പമൊന്നുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിളാണ്. എല്ലാവരുടെയും വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അവിടെ സദാചാരത്തിന് വലിയ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.